ചേർത്തലയിലെ ഒന്നാണ് നമ്മൾ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നിലാവ് 2025 എന്ന പേരിൽ ക്രിസ്തുമസ് പുതുവത്സര പരിപാടികൾ സംഘടിപ്പിച്ചു. ഒന്നാണ് നമ്മൾ കൂട്ടായ്മയുടെ നിലാവ് 2025 ക്രിസ്തുമസ് പുതുവത്സരാഘോഷ പരിപാടികൾ പ്രശസ്ത തിരക്കഥാകൃത്ത് സുനീഷ് വാർനാട് ഉദ്ഘാടനം ചെയ്തു. ആർപ്പോ 2024 മ്യൂസിക് ആൽബത്തിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. സമ്മേളനത്തിലെ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. CM മൈക്കിൾ സ്വാഗതവും രാജലക്ഷ്മി നന്ദിയും പറഞ്ഞു. സൗഹൃദം എന്ന വാക്കിന് അല്ലെങ്കിൽ സ്നേഹം എന്ന വാക്ക്, ഞാൻ സ്നേഹം എന്ന വാക്കിനേക്കാൾ കുറച്ചുകൂടെ നന്നായി പറഞ്ഞാൽ സൗഹൃദം എന്ന വാക്കാണ് നല്ലത്. സൗഹൃദം എന്ന വാക്ക് അന്നം പോലെയാണ്, അതായത് ഭക്ഷണം പോലെയാണെന്നാണ് പറയുക. സൗഹൃദം എന്ന വാക്കിന് പ്രത്യേകത എത്രയായാലും മതിയാവില്ല. രാവിലെ, അതായത് നല്ല ചങ്ങാതിമാർ എന്ന് വേണേൽ പറയാം. രാവിലെ നമ്മൾ ഭക്ഷണം കഴിച്ചൊരു 10-11 മണിയാകുമ്പോൾ വീണ്ടും വിശക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഉച്ചയ്ക്ക് കഴിക്കുക. ഉച്ചയ്ക്ക് കഴിഞ്ഞ് ഒരു 4 മണിയാകുമ്പോൾ വീണ്ടും വിശക്കാൻ തുടങ്ങും. അപ്പോൾ വൈകുന്നേരം 6 മണിയാകുമ്പോൾ കഴിക്കും. അപ്പോൾ അല്ലെങ്കിൽ 8 മണിക്ക് കഴിക്കും. അതായത് നമ്മളുടെ വിശപ്പ് പോലെയാണ് നല്ല സൗഹൃദങ്ങൾ, നല്ല ചങ്ങാത്തങ്ങൾ. അത് നല്ല സൗഹൃദം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ വിശപ്പ് അല്ലെങ്കിൽ സൗഹൃദങ്ങൾക്ക് വേണ്ടിയുള്ള സൗഹൃദം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മറ്റൊരു അർത്ഥം കൂടിയാണ്. അതായത് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും. ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറയുന്ന കവി, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ, മനോരമയുടെ ജോണി ലൂക്കോസിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ. അങ്ങനെ അദ്ദേഹം ബാലേന്ദ്രൻ ചുള്ളിക്കാടിനോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേട്ടൻ മറുപടി പറയുന്നതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് വിജയലക്ഷ്മി എന്ന സുഹൃത്തിനെ കുറിച്ച് പറയും. എൻ്റെ സുഹൃത്ത് അങ്ങനെയാണ്, എൻ്റെ സുഹൃത്ത് ഇങ്ങനെയാണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വിജയലക്ഷ്മി ഇങ്ങനെയാണ്. അവസാനം കുറേ കഴിയുമ്പോൾ ജോണി ലൂക്കോസ് ചോദിക്കും, അല്ല വിജയലക്ഷ്മി എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യയല്ലേ എന്ന് ചോദിക്കും. ബാലൻ്റെ ഭാര്യയല്ലേ വിജയലക്ഷ്മി? അതെ, അവളെൻ്റെ ഭാര്യ എന്നതിനേക്കാൾ എൻ്റെ നല്ല സുഹൃത്താണ് എന്ന് പറയും. അതായത് ഇവർ രണ്ടുപേരും മഹാരാജ് കോളേജിൽ ഒരുമിച്ച് പഠിച്ചപ്പോൾ ഒട്ടൊട്ട സൗഹൃദമാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയിലേക്ക് ആ ജീവിതം എത്തിയത്. അപ്പോൾ ബാലേട്ടൻ പറയുന്നത് നല്ല സൗഹൃദമുള്ളത് കൊണ്ടാണ് എനിക്ക് അവരെ ഭാര്യയായി കൂടെ കൂട്ടാൻ കഴിയുന്നത് എന്നാണ്. അപ്പോൾ നല്ല സൗഹൃദം എന്ന വാക്കിന് അങ്ങനെയും ഒരു അർത്ഥമുണ്ട്.